പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ലൂക്കാസ് സുവിശേഷകൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായമാണ്. അന്ത്യോക്യയിൽ വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ലൂക്കാസ് സുവിശേഷകൻ ക്രിസ്തു സാർവത്രിക രക്ഷകനാണെന്ന് സ്വന്തം അനുഭവത്തിലൂടെ, അഥവാ വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷവുമായി പോയ പൗലോസ്ലീഹായുടെ സഹയാത്രികനായിരുന്നതുകൊണ്ട് തന്നെ സ്വന്തം അനുഭവത്തിലൂടെ ക്രിസ്തു സാർവത്രിക രക്ഷയും രക്ഷകനുമാണെന്ന് ഈ സുവിശേഷത്തിൽ വെളിപ്പെടുത്തി തരികയാണ്. ദേവാലയത്തിലെ തുടക്കം, ദേവാലയത്തിലെ അവസാനം, സുവിശേഷം തുടങ്ങുന്നതും സുവിശേഷം അവസാനിക്കുന്നതും ദേവാലയം കൊണ്ടാണ്. ദേവാലയ കേന്ദ്രീകൃത ഒരു സുവിശേഷം എന്നും ഇതിനെ പറയാറുണ്ട്. എന്നാൽ 15-ാം അധ്യായത്തിനൊരു പേരുണ്ട്, ഗോസ്പൽ ഓഫ് ദ ഗോസ്പൽ, അഥവാ സുവിശേഷങ്ങളുടെ സുവിശേഷം. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. നമുക്കറിയാം, ക്രിസ്തു വന്നത് തന്നെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ്. ഒത്തിരിയേറെ പ്രവചനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പല പ്രവാചകന്മാരിലൂടെ ദൈവം നൽകിയിട്ടുണ്ട്. അതിലെ ഒരു പ്രവചനമാണ്, ഞാൻ തന്നെ ഇടയനായി വരും, എൻ്റെ ആടുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി, അവർക്ക് വേണ്ടി ജീവൻ നൽകാൻ. അത് പൂർത്തീകരിക്കപ്പെടുകയാണ് ഈ 15-ാം അധ്യായത്തിലെ തുടക്കം തന്നെ. 15-ാം അധ്യായത്തിൽ 3 നഷ്ടങ്ങളെ പറ്റിയാണ് കാണിച്ചു തരിക. ഒന്ന്, 100 ആടുള്ളതിൽ 1 നഷ്ടമായി. നമുക്കറിയാം, 100 ആടുണ്ടെങ്കിൽ 1 നഷ്ടമായാൽ ഒരുപക്ഷെ സാധാരണക്കാരനാണെങ്കിൽ അത് ചിലപ്പോൾ നഷ്ടപ്പെടട്ടെ എന്ന് വെക്കാം. ചിലരുടെ മനസ്സിൽ അങ്ങനെ വരാം. ബാക്കി 99 ഉണ്ടല്ലോ, ഇതിനെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ അതും കൂടെ എവിടെയെങ്കിലും ചെതറി പോകുമെന്ന് ചിലപ്പോൾ ഓർക്കാം. എന്നാൽ ക്രിസ്തു തൻ്റെ ഉപമയിലൂടെ പറയുകയാണ്, 100 ഉള്ള ഒരു ഇടയനായ, അല്ലെങ്കിൽ നല്ല ഇടയന് അതിലൊന്നുപോലും നഷ്ടപ്പെടാൻ സമ്മതിക്കുകയില്ല. അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ പോലും ആ 99നെയും വിട്ടിട്ട് ആ ഒന്നിനെ അന്വേഷിക്കും. കാരണം അകന്നുപോയ നഷ്ടമായ ഒന്നിൻ്റെ വില. അതുകൊണ്ടാണ് ഈ ലൂക്കാസ് സുവിശേഷകൻ തന്നെ പറയുകയാണ്, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം. ഇവിടെ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഞാൻ തന്നെ ഇടയനായി വരും. കാരണം ഇസ്രായേലിൻ്റെ ഇടയന്മാർ പലരും അവർ ആടുകളെ കൃത്യമായിട്ട് മേയിച്ചില്ല, കൃത്യമായിട്ട് കരുതിയില്ല, മുറിവേറ്റതിനെ വെച്ച് കെട്ടിയില്ല, അതിൽ നഷ്ടമായതിനെ അന്വേഷിച്ചു പോയില്ല, ചിതറിപ്പോയതിനെ കൂട്ടിച്ചേർത്തില്ല. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ഇടയന്മാർക്കെതിരെ ജെറമ്യാ പ്രവാചകനും യെശയ്യാ പ്രവാചകനുമൊക്കെ ശക്തമായി പ്രവചിക്കുമ്പോൾ ഞാൻ തന്നെ ഇടയനായി വരുമെന്ന് ദൈവം അരുളി ചെയ്തിട്ട് ക്രിസ്തു ഇവിടെ കാണിച്ചു തരികയാണ്. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രം തന്നെ ഇടയ സങ്കല്പത്തോട് ചേർന്നാണ്, അല്ലെങ്കിൽ ഇടയന്മാരുടെ ജീവിതത്തോട് ചേർന്നാണ് അവരുടെ ചരിത്രം തന്നെ. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദൈവം സംസാരിച്ചു, ഞാൻ ഇടയനായി വരും. ഇവിടെ ക്രിസ്തു പറയുകയാണ്, ആ നല്ല ഇടയൻ ഞാനാണ്. അതിൻ്റെ കാരണം എന്താണ്? എനിക്ക് ഒരെണ്ണത്തിനെ പോലും നഷ്ടപ്പെടുത്താൻ പറ്റിയില്ല. ഒരെണ്ണം നഷ്ടമായാൽ അതിനെ കണ്ടുകിട്ടുവോളം ഞാൻ അന്വേഷിച്ചു പോകും. അതിനെ കണ്ടുകിട്ടുകയും അതിനെ ചേർത്ത് പിടിക്കുകയും അതിനെ തോളിലേറ്റുകയും ചെയ്തു. അതുകൊണ്ട് 23-ാം സങ്കീർത്തനം പറയുന്നത്, അവിടുന്ന് എൻ്റെ ശത്രുക്കളുടെ മുന്നിൽ വിരുന്നൊരുക്കി, അവിടുന്ന് എന്നെ തോളിലേറ്റി. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്കിലൂടെയും ദാവീദ്, നമ്മൾ പല സങ്കീർത്തനങ്ങളിലും ഈ ഇസ്രായേലിൻ്റെ ദൈവമായി ഇടയനായിട്ട് വരുന്ന ദൈവത്തെ കാണിച്ചു തരുന്നുണ്ട് ദാവീദ്. ആ ഇടയൻ്റെ സംരക്ഷണത്തിൽ വരുമ്പോൾ പച്ച വിരിച്ച പുൽമേട്ടിലൂടെയും പ്രശാന്തമായ ജലാശയത്തിലൂടെയും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ഭയക്കാതെയും പോകാൻ എനിക്ക് സാധിക്കുമെന്ന് അന്ന് ദാവീദ് രാജാവ് തൻ്റെ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു. കാരണം ദൈവമാണ് എൻ്റെ ഇടയൻ. ഇന്ന് ഈ സുവിശേഷത്തിൽ ഈശോ അത് പൂർത്തീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒരാടിനെ പോലും നഷ്ടപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ സമ്മതിക്കാത്ത നല്ല ഇടയനാണ്. അപ്പോൾ ലൂക്കാസ് സുവിശേഷത്തിലൂടെ ലോകത്തിൻ്റെ എവിടെയെല്ലാം ആരെല്ലാം ഇന്നും ജീവിതത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, തിന്മയ്ക്കും അല്ലെങ്കിൽ ജീവിത ശൈലിക്കും അല്ലെങ്കിൽ ദൈവത്തെ മറന്നുമൊക്കെ ദൂരെ പോകുന്നുണ്ടോ, അവരെയെല്ലാം കൂട്ടിച്ചേർക്കുന്ന, അതിലൊന്നുപോലും നഷ്ടമാകാൻ ആഗ്രഹിക്കാത്ത ഒരു ദൈവത്തെ, ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇന്ന് ആ ദൗത്യം ക്രിസ്ത്യാനികളായ നമുക്ക് എവിടം വരെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ, നമ്മുടെ ഈ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, 99 കയ്യിലുണ്ടല്ലോ എന്ന് ഓർക്കുകയല്ല, 1 നഷ്ടമായല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു കുട്ടി വളർന്നു വന്നു, അതിന് കുഴപ്പമൊന്നുമില്ല, അത് കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. തൊട്ടടുത്ത വീട്ടിലെ കുട്ടി പള്ളിയിലാന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന കാണുന്നുണ്ടെങ്കിൽ
അതിന് നമ്മുടെ മനസ്സിലൊരു വിഷമമില്ലെങ്കിൽ, ആ കുഞ്ഞിൻ്റെ ആത്മാവിനെ പറ്റി നമുക്കൊരു ചിന്തയില്ലെങ്കിൽ, ക്രിസ്തു പറഞ്ഞ ഈ ദൗത്യം, ക്രിസ്തീയ ദൗത്യത്തിൽ നമുക്ക് എവിടെയാണ് പങ്കുള്ളത്? എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാണല്ലോ, എനിക്കൊരു പ്രശ്നവുമില്ലോ, എൻ്റെ തലമുറയ്ക്ക് കുഴപ്പമില്ലോ എന്ന് കരുതുന്നതാണോ? അതിന് പകരം തൊട്ടടുത്ത് നിൽക്കുന്നവനെ, ദൂരെ നിൽക്കുന്നവനെ, പ്രാർത്ഥന ആവശ്യമുള്ളതിനെ, നഷ്ടമാകാൻ സാധ്യതയുള്ളതിനെ, ഇത് ചിലപ്പോൾ പോകാൻ പോകുന്നത് വലിയ പ്രശ്നങ്ങളിലേക്കാണെന്ന് തോന്നിയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ദൗത്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്നുള്ളത് ലൂക്കാസ് സുവിശേഷകൻ്റെ ഈ 15-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ക്രിസ്തു മരിച്ചതോടുകൂടി, ഇവിടെ ഉയർപ്പിക്കപ്പെട്ടതോടുകൂടി ഈ ദൗത്യമെല്ലാം തീരുകയല്ല. ആ പത്രോസാകുന്ന അപ്പസ്തോല ശ്രേഷ്ഠൻ്റെ കയ്യിൽ, അപ്പസ്തോലന്മാരുടെ പിതാവിൻ്റെ കയ്യിൽ, തലവൻ്റെ കയ്യിൽ ഈ ഇടയ ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് ക്രിസ്തു പോവുക. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, വിശ്വസിച്ച് ഉറപ്പിക്കുകയാണ്, ചോദിച്ച് ഉറപ്പിക്കുകയാണ്. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹിക്കുന്നു കർത്താവേ, എന്നാൽ നീ എൻ്റെ ആടിനെ മേയ്ക്കുക. അപ്പോൾ ദൗത്യം പത്രോസ്ലീഹായിക്ക് നൽകുന്നു, അഥവാ ശിഷ്യന്മാർക്ക് നൽകുന്നു, അപ്പസ്തോലന്മാർക്ക് നൽകുന്നു. ആ ദൗത്യം ഇന്നും എന്നിലൂടെയും നിങ്ങളിലൂടെയും നഷ്ടമാകുന്ന ആടുകളെ കണ്ടുപിടിക്കാനുള്ള ദൗത്യം, നഷ്ടമാകുമ്പോൾ വേദനിക്കാനുള്ള ദൗത്യം, അതിനെ അന്വേഷിച്ച് ഇറങ്ങാനുള്ള ഒരു ദൗത്യം, നമ്മുടെ ഹൃദയത്തിലും ഒരു വേദന, നഷ്ടത്തിൻ്റെ ഒരു വേദന ഉണ്ടാകുന്ന ഒരു ദൗത്യം നമുക്കുണ്ട് എന്ന് ലൂക്കാസ് സുവിശേഷകൻ തൻ്റെ ഈ രചനയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. 99 ഉണ്ടല്ലോ എന്ന് കരുതിയിരിക്കുന്നവരാകാതെ, ഒന്നുപോലും നഷ്ടപ്പെടുമ്പോൾ അതിനെ അനുവദിക്കാതെ, ആ നഷ്ടത്തെ അനുവദിക്കാതെ അതിനെ അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കുന്ന നല്ല ഇടയന്മാരുടെ നല്ല ദൗത്യം എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് ഒന്നാമതായി പറഞ്ഞു തരികയാണ്. അപ്പോൾ ഗോസ്പൽ ഓഫ് ദ ഗോസ്പൽ, അഥവാ സുവിശേഷങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഒന്നുപോലും നഷ്ടപ്പെടുത്താത്ത സുവിശേഷമാണ്. രണ്ടാമത്, ആദ്യം 100-1 പിന്നെ 10-1. 10 നാണയമുണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു. 10 9 കയ്യിലുണ്ടല്ലോ, ഒരെണ്ണമല്ലേ പോയുള്ളൂ, അത് പോട്ടെ. ഇല്ല, ഈശോ പറയുകയാണ്, ആ വീടെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി അത് കണ്ടു കിട്ടും വരെയും അന്വേഷിക്കുന്ന ഒരു സ്ത്രീയെ പറ്റി അവിടെ പറഞ്ഞു തരുന്നത്. എന്തിനു വേണ്ടിയാണ് അത് പറയുക? ഒരു നഷ്ടവും ഈശോയ്ക്ക് സഹിക്കാൻ പറ്റുക എന്നുള്ളതാണ് വീണ്ടും തെളിയിച്ചു തരുന്നത്. 10 എണ്ണത്തിൽ 1 പോയാലും 100 എണ്ണത്തിൽ 1 പോയാലും അതിനെ അടിച്ചുവാരി അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് പല വീടുകളിലും നമ്മൾ പണ്ടൊക്കെ തമാശനാണേലും പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, വേണ്ടപ്പെട്ട ഫയൽസോ അല്ലെങ്കിൽ പൈസയൊക്കെ സൂക്ഷിക്കാൻ അമ്മച്ചിമാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിളാണ്. കാരണം വേറെ ആരും അത് വന്ന് തുറക്കുകയില്ല. പൈസയൊക്കെ ആരും അറിയാതെ ഇച്ചിരി സൂക്ഷിക്കണ അമ്മച്ചിമാരുടെ ഒരു സങ്കേതമായിരുന്നു ബൈബിൾ. പക്ഷേ ഇന്നത് മാറി, വചനം വായിക്കുന്നവരും പഠിക്കുന്നവരും വചനത്തെ സ്നേഹിക്കുന്നവരൊക്കെ നമ്മൾ മാറി. അപ്പോൾ ഈ ഒരു വീട് വൃത്തിയാക്കിയിട്ട് ഒരു നാണയം കണ്ടുപിടിക്കേണ്ടതിൻ്റെ അകത്ത് ഒത്തിരി ശ്രമകരമായ പണിയുണ്ട്. പല വീട്ടിലെ നമുക്കറിയാം എന്തെല്ലാം സാധനങ്ങളായിരിക്കും ഓരോരുത്തർത്തും. അവിടെ ഒരു കസേര കാണും, ഇപ്പുറത്തൊരു ഇങ്ങേ സൈഡിലൊരു മേശ കാണും, അടുത്ത സ്ഥലത്തൊരു ഒത്തിരി സാധനങ്ങൾ വെച്ചിട്ട് കാണും. ഇതെല്ലാം മാറ്റി ഈ ഒരു നാണയത്തിന് വേണ്ടി അന്വേഷിക്കണമെങ്കിൽ കുറച്ച് ശ്രമകരമായ പണിയാണ്. അപ്പോൾ ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ്, ആ നാണയത്തിന് വലിയ വിലയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ വിൽക്കപ്പെടുന്ന ഒരു ചെറിയ പ്രാവ് പോലും, അല്ലെങ്കിൽ ഒരു ചെറിയ തൊട്ട് പോലും ദൈവസന്നിധിയിൽ വിലയുണ്ട്. അത് ഞാൻ അറിയാതെയല്ല നടക്കുന്നത്. നിങ്ങളുടെ തലയിൽ നിന്നും പൊഴിഞ്ഞു പോകുന്ന ഒരു മുടി പോലും എണ്ണപ്പെടാതിരിക്കുകയില്ല. അതിനൊക്കെ ആലങ്കാരികമായ വാക്കുകളിലൂടെയാണെങ്കിലും അത്രയും കൃത്യമായിട്ട് നമ്മുടെ മുടിനാരിഴകളിൽ പോലും എണ്ണിയിട്ടുള്ള, നമ്മുടെ ഓരോ ചലനങ്ങളെയും കണ്ടിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനവും അറിയാവുന്ന, ലോകത്തിലാർക്കും അറിയാൻ മേലാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലെ അറിയാവുന്ന ഒരു ഈശോയെയാണ് നമ്മളിവിടെയെല്ലാം കാണേണ്ടത്. അപ്പോൾ ആ എല്ലായിടവും മാറ്റി വൃത്തിയാക്കി അല്ലെങ്കിൽ കണ്ടുകിട്ടുന്നവരെ അന്വേഷിച്ചെടുത്ത് ആ ഒരു നാണയത്തിന് പോയ ആ സ്ത്രീയെ ഈശോ നമുക്ക് ഉപമിച്ച് തരികയാണ്. നഷ്ടങ്ങൾ സഹിക്കുന്നവരായി അല്ല നമ്മൾ മാറേണ്ടത്, ആ നഷ്ടപ്പെട്ടതിനെ കണ്ടെടുക്കുന്നവരും അത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിക്കുന്നവരുമായി മാറണം. ഈ അടുത്ത കാലങ്ങളിലൊക്കെ പലപ്പോഴും കേൾക്കുന്ന പല ഇൻസിഡൻറ്റുകൾ നമുക്കറിയാം. പല കുടുംബങ്ങളിലെയും ഏറ്റവും വലിയ വേദന, 2-3 മക്കളാണ് എല്ലാ വീടുകളിലും ഉള്ളൂ. അതിലെ ഒരെണ്ണമെങ്കിലും മിക്കവാറും എന്താകുന്നു, അപ്പനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്ത, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മയക്കുമരുന്നിനും അതുപോലെ തന്നെ പല ദുശീലങ്ങൾക്കും കൂട്ടുകാർ മുഖേനയോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി കൊടുക്കുന്നു. സർവ്വസാധ്യതകളും തുറന്നു കൊടുക്കുന്ന സംവിധാനങ്ങൾ ലോകം മുഴുവൻ ഓടുന്നു. അവരപ്പോൾ മീഡിയയിലൂടെയുള്ള സർവ്വനാശത്തിലേക്കും പോകുന്നു. ബന്ധങ്ങൾ യാതൊരു അറിവില്ലാത്തവർ തമ്മിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, ഫോട്ടോകൾ കൈമാറുന്നു, അങ്ങനെ ദുരന്തങ്ങളിലേക്ക് പോകുന്നു.
അതോടൊപ്പം തൊട്ടടുത്ത് എല്ലാ സാധ്യതകളും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ കൊടുക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അത് ഉപയോഗിക്കുകയും ഇവർക്ക് യാതൊരുവിധ ബോധവുമില്ലാത്ത രീതിയിൽ കുടുംബത്തിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പലരും കരയുന്നത് ഈ ഒരു മകനെ ഓർത്തായിരിക്കും, അല്ലെങ്കിൽ മകളെ ഓർത്തായിരിക്കും. അത് വലിയ കണ്ണുനീരാണ്. അപ്പോൾ അവിടെ ഈശോയുടെ ഈ വാക്കുകൾ നമ്മൾ ഓർക്കുകയാണ്. നഷ്ടപ്പെട്ട് കളയാൻ വേണ്ടിയല്ല. ഒരു അപ്പനും അമ്മയ്ക്കും 10 മക്കളുണ്ടെങ്കിലും അതിൽ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല. എന്നാൽ 9 മക്കൾ നല്ലതല്ലേ, ഒരെണ്ണം അങ്ങ് പൊക്കോട്ടെ എന്ന ഒരുമാതിരി അപ്പനും അമ്മമാരും ആരും കരുതില്ല. എല്ലാ കുഞ്ഞുങ്ങളും നന്നായി വരണമെന്നായിരിക്കും എല്ലാ അപ്പനും അമ്മയും കരുതുക. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് ഒരാൾ നഷ്ടപ്പെടുമ്പോൾ എത്രയധികം വേദനയുണ്ട്. ഈശോയുടെ രക്തത്തിൻ്റെ വിലയായ ഒരു മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ ഈശോ എത്രയധികം വേദനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും കൂടി ഈ സുവിശേഷ ഭാഗം നമ്മളെ നിർബന്ധിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്ന നഷ്ടം, ഇത്രയും നേരം നമ്മൾ കണ്ടത് 100-1, 10-1 മൂന്നാമത്തെ നഷ്ടം 2-1. അതായത് പകുതി പോയി. മറ്റേത് 100-1 പോയുള്ളൂ, അടുത്തത് 10-1 പോയുള്ളൂ, ഇത് പകുതി പോയി, അഥവാ 2-1 പോയി. അതാണ് ഏറ്റവും വിവരിച്ചിരിക്കുന്നത് ഈ സുവിശേഷത്തിൽ. അതിന് നമ്മൾ ധൂർത്തപുത്രൻ്റെ ഉപമ എന്നൊക്കെ പറഞ്ഞ് വായിച്ച് പെട്ടെന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൈബിൾ അടച്ചു വയ്ക്കുമ്പോൾ ആ സംഭവത്തെ ഈശോ കാണിച്ചു തരുന്നത് ഓരോ വാക്കിലൂടെയും പോകുമ്പോൾ ഒരപ്പൻ്റെ വേദനയുണ്ട്, ഒരു ചേട്ടന് വന്ന അസൂയയുണ്ട്, വേലക്കാരുടെയും കൂലിക്കാരുടെയൊക്കെ സന്തോഷങ്ങളുണ്ട്, പോയ യാത്രയിൽ കൂട്ടുകാരെല്ലാം നഷ്ടമായപ്പോൾ, അതായത് പണവും സമ്പത്തൊക്കെ ഉള്ളപ്പോൾ പലരും ഉണ്ടാകും, എന്നാൽ അത് നഷ്ടമാകുമ്പോൾ കൂട്ടുകാർ നഷ്ടപ്പെടും എന്നുള്ളതിന് തെളിവ് അന്നേ ഈശോ പറഞ്ഞു തന്നിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. എല്ലാ കൂട്ടുകാരുമല്ല, എല്ലാം നഷ്ടമായാലും സ്നേഹത്തോടെ നിൽക്കുന്ന യഥാർത്ഥ കൂട്ടുകാരുണ്ട്. എന്നാൽ അവരെ കൊണ്ട് മുതലാക്കുന്ന കൂട്ടുകാരൊക്കെ പണം ഇല്ലെന്നാകുമ്പോൾ അവർ ഇവരെ ഉപേക്ഷിക്കും എന്ന് തെളിയിച്ചു തരുന്നു. പിന്നെ യഹൂദൻ ഒരിക്കലും ചിന്തിക്കാൻ മേലാത്ത രീതിയിൽ പന്നിക്കുഴിയിലേക്ക് അധപതിക്കുന്ന ഈ ധൂർത്തപുത്രൻ, അപ്പൻ്റെ വീട്ടിലെ സമ്പന്നത മനസ്സിലാക്കാതെ. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ചില കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും, ഇപ്പോഴാണ് വീട്ടിലെ ഭക്ഷണത്തിൻ്റെ രുചി ഞങ്ങൾക്ക് മനസ്സിലായത്. വീട്ടിൽ നല്ല ഭക്ഷണം 3 ഐറ്റം ഉണ്ടാക്കി വെക്കുമ്പോഴും ഇതൊന്നും കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികൾ അവർ ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നു, ഹോസ്റ്റലിൽ പോയി പഠിക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടറാകാനോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലേക്ക് അവർ പഠിക്കാൻ പോകുന്നു. ഇവിടെ നിന്ന് അപ്പനും അമ്മയുടെയും ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നപ്പോൾ 50 കിലോ ഉണ്ടായിരുന്ന കൊച്ച് 25 കിലോ ആയിട്ട് മാറിപ്പോകുന്നു. ഈ സമയത്ത് ഇതിനോട് സംസാരിച്ചാൽ മനസ്സിലാവും അമ്മ കൊടുത്ത ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അതുവരെ സമ്മതിക്കില്ല. മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു പരിപ്പ് കറി ഒരു ദോശയും മാത്രം കിട്ടുമ്പോൾ മനസ്സിലാവും ഇത് അതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയും കൂടെ ഉണ്ടായിരുന്ന എന്ത് ടേസ്റ്റായിരുന്നു. അത് ഇസ്രായേൽ ജനത്തിന് അങ്ങനെയായിരുന്നു. കാടപ്പക്ഷിയൊക്കെ കൊടുത്തു, ഒന്നും മനസ്സിലായില്ല. നല്ല ഒന്നാന്തരം മന്ന നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നെന്നാണ് പറയുന്നത്. അത് കൊടുത്തു, ഒന്നും മനസ്സിലാകുകയില്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്കും. രാവിലെ നല്ല പുട്ടും കടലക്കറിയും കിട്ടിയാൽ നമുക്ക് ഇതൊന്നും തൃപ്തിയാകുകയില്ല. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു യാത്ര ചെയ്തപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് അവിടുത്തെ ഭക്ഷണ രീതികൾ നമ്മളുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾക്ക് കഴിച്ചിട്ടില്ലാത്ത, നമ്മുടെ നാവിന് രുചി തോന്നാത്ത രീതിയിലുള്ള ഭക്ഷണം കാണുമ്പോൾ നമ്മുടെ ആദ്യത്തെ കൊതി വീട്ടിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നല്ല എരിവൊക്കെയുള്ള മമ്മി വെച്ച് തന്നൊരു ചമ്മന്തി കൂട്ടിയാൽ മതി. നമ്മൾ എത്ര അരച്ചിട്ടും അത് ശരിയാവുമെന്നും കാണില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ. അപ്പോൾ ധൂർത്തപുത്രൻ്റെ അവസ്ഥ, അപ്പൻ്റെ വീട്ടിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും അതിൻ്റെ നന്മ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. വീതമൊക്കെ മേടിച്ച് എന്നങ്ങ് പോയേക്കാം, സുഭിക്ഷമായിരിക്കും ലൈഫെന്ന് ഓർത്തു. സ്നേഹമുള്ള അപ്പനെ തിരിച്ചറിയാൻ പറ്റിയില്ല. ഇനി കൂട്ടുകാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏത് തരത്തിലുള്ള കൂട്ടുകാരുടെ കൂടെ പോയാലാണ് ജീവിക്കേണ്ടതെന്ന് മനസ്സിലായില്ല. നമ്മളെ നശിപ്പിക്കാൻ തരത്തിലുള്ള കൂട്ടുകാരിലേക്ക് പോകുന്ന യുവതലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു കറക്റ്റ് വാണിംഗ് അവിടെയുണ്ട്. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിന്നെ കൊണ്ട് പന്നിക്കുഴി ചാടിക്കാനേ ഈ കൂട്ടുകാരെ കൊണ്ട് ചിലപ്പോൾ പറ്റുള്ളൂ. കാരണം മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാക്കി നിൻ്റെ ജീവിതം, നിൻ്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ അകറ്റി, മാതാപിതാക്കന്മാരിൽ നിന്ന് അകറ്റി, പഠിക്കാൻ പോകേണ്ട സമയത്ത് ആ ബുദ്ധിയിൽ നിന്ന് അകറ്റി, മയക്കുമരുന്നോ മദ്യമോ തന്ന് നിന്നെ ദുശീലത്തിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരനാണ് നിന്നെ കൊണ്ടിടുന്ന സ്ഥലം പന്നിക്കുഴി തന്നെയാണ്. ഒരു സംശയവും വേണ്ട, അത് നിനക്ക് മനസ്സിലാവുകയില്ല. കാലങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരു പക്ഷേ മനസ്സിലാകുക. അപ്പോഴേക്കും ജീവിതത്തിൻ്റെ പകുതി ഭാഗം കൈവിട്ടു പോകും, ചിലപ്പോൾ തിരിച്ചു പിടിക്കാനാവാതെ പോകും. ഇതെല്ലാം ഈ ഉപമയ്ക്കകത്ത് വൺ വേർഡിലൂടെ ഈശോ 2020 വർഷം മുമ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോയുടെ വചനം, ഈശോയുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഈശോയുടെ അപ്പസ്തോലന്മാർ അല്ലെങ്കിൽ ഈശോയെ സ്നേഹിച്ചവർ
ഈശോ തന്നെ പറഞ്ഞ ഉപമയിലൂടെ. കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പം എന്നെ നല്ല വഴിക്ക് നയിക്കാൻ പറ്റുന്നവരാണോ അത് എന്നെ പന്നിക്കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അപ്പൻ്റെ അമ്മയുടെയും സ്നേഹം തിരിച്ചറിയാൻ പറ്റാതെ, അവരുടെ കരുതൽ തിരിച്ചറിയാൻ പറ്റാതെ എത്രയോ അമ്മമാർ പലപ്പോഴും സംസാരിക്കുന്നു. ഒരു ഭക്ഷണം വെച്ച് കൊടുത്താൽ അത് സമയത്ത് കഴിക്കില്ല, അത് അവിടെ ഇരുന്ന് തണുത്തു പോവും, മടുക്കുക, ഞങ്ങൾ വിളിച്ചാൽ വരില്ല, ഭക്ഷണം കഴിക്കില്ല, മുറി അടച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ തലമുറയെപ്പറ്റി അപ്പനമ്മമാരോട് ചോദിച്ചാൽ കേൾക്കുന്ന ഒരേ ഒരു ഡയലോഗാണിത്. അപ്പോൾ സമയത്ത് ദൈവം തരുന്ന ഭക്ഷണമില്ലാതെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്ത്, ഭക്ഷണമില്ലാതെ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുന്ന ഈ ലോകത്ത്, നമുക്ക് കൃത്യസമയത്തൊരു ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ, അപ്പൻ്റെ സ്നേഹമുണ്ടെങ്കിൽ, ആ വീടിന് സൗകര്യമുണ്ടെങ്കിൽ, അവിടെ നല്ല വസ്ത്രമുണ്ടെങ്കിൽ, അതെല്ലാം നഷ്ടപ്പെടുത്തി ആരും കാണാത്ത, ഇന്നത്തെ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത, ഫേസ്ബുക്കിലൂടെ കണ്ട് പരിചയപ്പെടുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് മക്കളെ ഇട്ടിട്ട് പോകുന്ന അമ്മമാരെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്ന ഭർത്താക്കന്മാരെയും കാണുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായി അമ്മയെ ഉപേക്ഷിച്ച് പോകുന്ന കൊച്ചു കുട്ടികളെയും കാണുന്നുണ്ട്, 10-20 വയസ്സിൽ. ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ കർത്താവ് പറഞ്ഞു തരികയാണ്, നമുക്ക് ചില വാണിങ് തരികയാണ്, തിരിച്ചറിവിൻ്റെ വാണിങ്. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം, ആ വീടിൻ്റെ സൗകര്യം, ആ വീടിൻ്റെ നന്മ, അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാതെ വേണ്ടാത്ത വഴിക്ക് പോയി എല്ലാം നഷ്ടമായി പന്നിക്കുഴിയിൽ ചെല്ലുമ്പോൾ നിൻ്റെ കൂടെ ആരും കാണൂല. പക്ഷേ കർത്താവ് ഇവിടെ പറയുകയാണ്, ഇവിടെ നഷ്ടപ്പെടുത്താൻ കർത്താവ് സമ്മതിക്കുന്നില്ലല്ലോ. ആ ധൂർത്തപുത്രനെ മാനസാന്തരത്തിലേക്ക് നയിച്ച് അവൻ തിരിച്ച് ചിന്തിക്കാൻ അവസരം കൊടുത്ത്, അവൻ്റെ മനസ്സിൽ ആ ഓർമ്മ വന്ന് അവൻ തിരിച്ചു വന്ന് അപ്പൻ്റെ സ്നേഹത്തിലേക്ക് വന്ന്, അപ്പൻ്റെ വിരുന്നിലേക്ക് വന്ന്, അപ്പൻ്റെ പുതിയ വസ്ത്രം അണിഞ്ഞുകൊണ്ട് കുടുംബത്തിൻ്റെ അംഗമായി വീണ്ടും സ്വന്തമായി മാറുന്ന അവസ്ഥയിലാണ് കൊണ്ട് ഈ ഉപമകളെല്ലാം നിർത്തുന്നത്. കാരണം ഒരു നഷ്ടവും കാണിക്കാനല്ല ഈ ഉപമകൾ പറയുക, തിരിച്ചു വരവിനെ കണ്ടുകിട്ടുന്നതിനെ. ഈശോയുടെ ഉദ്ദേശം അതാണല്ലോ, ഈശോയുടെ ലക്ഷ്യം അതാണല്ലോ, ഈശോയെ പറ്റി പറഞ്ഞിരിക്കുന്ന പ്രൊഫസി അതാണല്ലോ, നഷ്ടമായതിനെ തിരിച്ചു പിടിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈശോയെ ഗുഡ് ഷെപ്പേഡ് അഥവാ നല്ല ഇടയൻ എന്ന് പറയുന്നത്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും അവസ്ഥയിലൊക്കെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ നഷ്ടങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ, അവർ സാമ്പത്തിക നഷ്ടം മാത്രമാണ് നമുക്കൊക്കെ നഷ്ടം, അതിലൊക്കെ വലിയ നഷ്ടം ആത്മാവിൻ്റെ നഷ്ടം, അവരുടെ ജീവിതത്തിൻ്റെ നഷ്ടം. അത് പറയുകയും പ്രാർത്ഥിക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ട വലിയ ദൗത്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്ന് പ്രത്യേകം ഈ വചനത്തിലൂടെ പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. അതിനുവേണ്ടി നമുക്ക് പറ്റും വിധത്തിൽ ശ്രമിക്കാം. അതിനായി ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. അഗ്നിനാളമായി